Good morning to all. Today I am going to teach sickness in small scale industries, causes of industrial sickness, remedial measures for industrial sickness, Udyog Aadhar form. First we start with sickness in small scale industries. A sick unit is an unhealthy business unit which does not earn a reasonable rate on capital employed. The Office of the Development Commission consider unit as sick if its capital utilization is less than 50% of the highest achieved during the preceding 5 years. Net worth has been eroded by more than 50%. The unit has remained closed for a period of more than 6 months. അതായത് ഒരു സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡസ് നോട്ട് ഏൺ എ റീസണബിൾ റേറ്റ് ഓഫ് ക്യാപിറ്റൽ. അവർ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ള അവർക്ക് റിട്ടേൺ കിട്ടില്ല. പിന്നെ ദ ഓഫീസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ ഓഫീസ് സിക്ക് യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ഒരു യൂണിറ്റിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 50% കുറവായിരിക്കും. സെക്കൻഡ് പോയിന്റ്, നെറ്റ് വർത്ത് ഹാസ് ബീൻ ഇറോഡഡ് ബൈ മോർ ദാൻ 50%. അതിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% ഇറോഡഡ് ചെയ്തതായിരിക്കും. തേർഡ് പോയിന്റ്, ദ യൂണിറ്റ് ഹാസ് റിമെയിൻ ക്ലോസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 6 months. 6 മാസത്തിൽ കൂടുതലായിട്ട് ആ യൂണിറ്റ് ക്ലോസ് ചെയ്ത് കിടക്കണമെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റിനെ നമ്മൾ സിക്ക് യൂണിറ്റ് എന്നാണ് പറയാം. അപ്പം എന്താണ് സിക്ക് യൂണിറ്റ്? എ സിക്ക് യൂണിറ്റ് ഈസ് ആൻ അൺഹെൽത്തി ബിസിനസ് യൂണിറ്റ് വിച്ച് ഡസ് നോട്ട് ഏൺ എ റീസണബിൾ റേറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതിൻ്റെ 3 കണ്ടീഷൻ വന്നാലാണ് നമ്മളതിനെ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 50% താഴെയാകുക, അതുപോലെ തന്നെ നെറ്റ് വർത്ത് 50% കൂടുതലായിട്ട് ഇറോഡഡ് ചെയ്യുക. തേർഡ് പോയിന്റ്, മോർ ദാൻ 6 months കൂടുതലായിട്ട് ആ യൂണിറ്റ് ക്ലോസ് ആയി കിടക്കാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ടു ദി ഡെഫിനിഷൻ ഓഫ് സിക്ക് യൂണിറ്റ്. ആസ് പെർ SBI, South Bank of India, a sick small scale unit is one which failed to generate internal surplus on capital continuous basis and depend for its survival upon frequent inclusion and external fund. അതായത് ആസ് പെർ SBI, സിക്ക് സ്മോൾ സ്കെയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് വൺ വിച്ച് ഫെയിൽ ടു ജനറേറ്റ് ഇൻറ്റേർണൽ സർപ്ലസ് ഓൺ കണ്ടിന്യൂസ് ബേസിസ്. അതായത് ഇൻറ്റേർണൽ സർപ്ലസ് ഉണ്ടാക്കാനായിട്ട് അവർ ഫെയിലാവാം. അതുപോലെ തന്നെ ആൻഡ് ഡിപ്പെൻഡ് ഓൺ ഈസ് സർവൈവൽ അപ്പോൺ ഫ്രീക്വൻറ്റ് ഇൻക്ലൂഷൻ ഓഫ് എക്സ്റ്റേണൽ ഫണ്ട്. അതായത് അവരവരുടെ സർവൈവൽ നിലനിൽപ്പിന് വേണ്ടി അവർ എക്സ്റ്റേണൽ ഫണ്ടിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് അവർ ഇൻറ്റേർണൽ സർപ്ലസ് ഉണ്ടാക്കാനായിട്ട് ഫെയിലാവുക. സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഈസ് വൺ വിച്ച് ഫെയിൽ ടു ജനറേറ്റ് ഇൻറ്റേർണൽ സർപ്ലസ് ഓൺ കുറേ നാളായിട്ട് അവർ ഇൻറ്റേർണൽ സർപ്ലസ് ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരവരുടെ ഫണ്ടിന് വേണ്ടി ദേ ഡിപ്പെൻഡ് അപ്പോൺ എക്സ്റ്റേണൽ ഫണ്ട് ഫോർ ഇറ്റ്സ് സർവൈവൽ. ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. ഡെഫിനിഷൻ ഓഫ് സിക്ക് യൂണിറ്റ്. As per SBI, a sick small scale unit is one which failed to generate internal surplus on continuous basis and it depends for its survival on frequent inclusion of external fund. അപ്പോൾ സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്ക് യൂണിറ്റ് ഈസ് ആൻ അൺഹെൽത്തി ബിസിനസ് യൂണിറ്റ് വിച്ച് ഡസ് നോട്ട് ഏൺ എ റീസണബിൾ റേറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. 2 തരം കോസസ് ഉണ്ട്. ഇൻറ്റേർണൽ കോസസ് ആൻഡ് എക്സ്റ്റേർണൽ കോസസ്. ഇൻറ്റേർണൽ കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ കോസസ് ആർ ദോസ് കോസസ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ഓർ അവോയ്ഡഡ് ബൈ ദി മാനേജ്മെൻറ്റ് ഓഫ് എ ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ ഉള്ളിലുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ അവോയ്ഡ് ചെയ്യാനും പറ്റുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്റ്റേർണൽ കോസസ്. External causes are those causes on which the management of a business unit has no control and they are due to external factors.
ഇൻറ്റേർണൽ കാര്യങ്ങൾ കൊണ്ടല്ല, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ കോസസ് വരുന്നത്, എക്സ്റ്റേണൽ കോസസ്. അപ്പോൾ കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ് 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റേർണൽ കോസസ് ആൻഡ് എക്സ്റ്റേണൽ കോസസ്. ഇൻറ്റേർണൽ കോസസ് എന്ന് വെച്ചാൽ വിത്തിൻ ദി കൺട്രോൾ ഓഫ് എ യൂണിറ്റ്, ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി യൂണിറ്റ്, എക്സ്റ്റേണൽ കോസസ്. Then what are the internal causes? First, wrong location of the industrial unit. Second, poor quality of product. Third, poor marketing effort. Fourth, defective capital structure. Fifth, poor management. Sixth, dispute among managerial person. Seventh, lack of adequate working capital. Eighth, underutilization of capital. Ninth, labor problems. 10th, misstatement of fund. First point, wrong location of the industrial unit. ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് റോങ് ആയിട്ടുള്ള പ്ലേസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുവർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാതെ വരുമ്പോൾ പുവർ മാർക്കറ്റിംഗ് എഫേർട്സ്, ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള അതിനെടുക്കുന്ന എഫേർട്ട് കുറവാണെങ്കിൽ, ഡിഫക്റ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫക്റ്റീവ് ആണെങ്കിൽ, അതുപോലെ പുവർ മാനേജ്മെൻറ്റ്, ഡിസ്പ്യൂട്ട് എമംഗ് മാനേജീരിയൽ പേഴ്സൺസ് തമ്മിൽ തർക്കങ്ങൾ നടക്കുകയാണെങ്കിൽ, അതുപോലെ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആഡിക്വേറ്റ് ആയിട്ടില്ലെങ്കിൽ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ പ്രോബ്ലം. നെക്സ്റ്റ്, മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ, ഇത്തരം കാര്യങ്ങളാണ് ഇൻറ്റേർണൽ കോസസിൽ വരുന്നത്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ കോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. എക്സ്റ്റേണൽ കോസസ് ആർ ദോസ് കോസസ് ഓൺ വിച്ച് ദ മാനേജ്മെൻറ്റ് ഓഫ് ദി യൂണിറ്റ് ഹാസ് നോട്ട് കൺട്രോൾ ആൻഡ് ദേ ആർ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. First point, non-availability of input. Second, competition from large business. Third, sudden changes in government policies. Fourth, lack of infrastructure facilities. Fifth, inability to prepare credit. Sixth, limited financial base of promoters. Seventh, government regulation. Eighth, heavy taxes. 9, delay in providing finance by financial institutions. 10th, technical obsolescence. ഇപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നത് നോൺ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട്. നമുക്കറിയാം, നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ, പവർ, ഇതിൻ്റെയൊക്കെ നോൺ അവൈലബിലിറ്റിയും ഈ ഇൻഡസ്ട്രിയൽ സിക്നസ്സിന് കാരണമാകും. നെക്സ്റ്റ്, കോമ്പറ്റീഷൻ ഫ്രം ലാർജ് ബിസിനസ്. നമുക്കറിയാം, ഇത് മീഡിയം സ്മോൾ എൻ്റർപ്രൈസസ് ആണ്. അവർക്ക് എപ്പോഴും ലാർജ് ബിസിനസ് യൂണിറ്റിൻ്റെ നിന്ന് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, സഡൻ ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ്. ഇഫ് ഗവൺമെൻറ് ചേഞ്ചസ് ദെയർ പോളിസീസ് സഡൻലി, ഇറ്റ് ഓൾസോ കോസ് എക്സ്റ്റേണൽ കോസസ് ഫോർ ഇൻഡസ്ട്രിയൽ സിക്നസ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അതും എന്തിന് കാരണമാവും? ഇൻഡസ്ട്രിയൽ സിക്നസ്സിന് കാരണമാവും. നെക്സ്റ്റ്, ഇന്നെബിലിറ്റി ടു പ്രൊക്യൂർ ക്രെഡിറ്റ് പ്രൊക്യൂർ ചെയ്യാനുള്ള ഇന്നെബിലിറ്റി. നെക്സ്റ്റ്, ലിമിറ്റഡ് ഫിനാൻഷ്യൽ ബേസ് ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഫിനാൻസിൻ്റെ ലിമിറ്റേഷൻ. നെക്സ്റ്റ്, ഗവൺമെൻറ് റെഗുലേഷൻ. ഹെവി ടാക്സസ് ഓൾസോ ആൻ എക്സ്റ്റേണൽ കോസ് ഫോർ ഇൻഡസ്ട്രിയൽ സിക്നസ്. Next, delay in providing finance by financial institutions. Financial institutions provide funds. Delay in providing finance by financial institutions. 10th, technical obsolescence. All these leads to external causes for industrial sickness. These causes of internal sickness includes internal causes and external causes. Internal causes include wrong location of the industrial unit, poor quality of product, poor marketing effort, defective market structure, poor management, dispute among managerial person, lack of adequate working capital, labor problem, misstatement of fund. Next, external causes. External causes include non-availability of input,
competition from large business, sudden changes in government policies, lack of infrastructure facilities, inability to procure credit, limited financial base of promoters, government regulations, heavy taxes, delay in providing finance by financial institution, technical obsolescence, etc. Next topic, remedial measures for industrial sickness. First, Sick Industries Policy 1978. Second, Sick Industrial Policy 1981. Third, Sick Industrial Companies Act 1985. Fourth, Board of Industrial and Financial Reconstruction. Fifth, Industrial Reconstruction Corporation of India. Sixth, step taken by bank. Seventh, IDBS Special Cell. Eighth, Sick Industrial Undertaking Cell. Ninth, measures taken by RBI. 10th, assistance by SFCs. 11th, service by technical consultancy organization. 12th, margin money scheme. The Government of India announced its first Sick Industrial Policy in 1978. In this policy, SFEs and financial banks were asked to devise a scheme of rehabilitation. For this purpose, they could take refinancing assistance from RBI and IDBI at a concessional rate of interest. Industrial sickness in first policy എസ്റ്റാബ്ലിഷ് ചെയ്തത് 1978 ഈ പോളിസി അനുസരിച്ച് SFIസും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സും ദേ ആർ ആസ്ക്ഡ് ടു ഡിവൈസ് എ സ്കീം ഓഫ് റീഹാബിലിറ്റേഷൻ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, റീഫിനാൻസ് അസിസ്റ്റൻസ് കൊടുക്കും. എവിടെ നിന്നൊക്കെ? IRBIന്നും അതുപോലെ IDBIന്നും. എങ്ങനെ? കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് സിക്ക് ഇൻഡസ്ട്രിയൽ പോളിസി 1981. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി പഠിച്ചു 1978. ഈ ഫസ്റ്റ് പോളിസീനെ റിവൈസ് ചെയ്തേക്കുന്നതാണ് 1981. ഈ 1981 പോളിസി അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റർ വെർ അസൈൻഡ് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിവെൻഷൻ ആൻഡ് റെമഡിയൽ ആക്ഷൻ. അതായത് ഇത് പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റേഴ്സിന് അവർ സ്പെഷ്യൽ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദ കമ്മിറ്റി വുഡ് ഓൾസോ അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഷോയിങ് സൈൻസ് ഓഫ് സിക്നെസ് ഉള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റിനെ ആ കമ്മിറ്റി എന്ത് ചെയ്യും? ഇൻഡിവിജ്വലായിട്ട് ആ യൂണിറ്റിൻ്റെ പ്രോബ്ലംസ് സ്റ്റഡി ചെയ്യും. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985. The special law was enacted by the government with a view to ensure timely detection of industrial sickness and to revival of viable sick units. അതായത് ടൈംലി ആ ഇൻഡസ്ട്രിയൽ സിക്നെസ് കൃത്യസമയത്ത് കണ്ടുപിടിക്കാനും അതുപോലെ ആ ഇൻഡസ്ട്രിയൽ സിക്നെസ് മാറ്റാനും അതാണ് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985 അനുസരിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഫോർത്ത്, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻസ് റീകൺസ്ട്രക്ഷൻ, അതായത് BIFR. ഈ BIFR എസ്റ്റാബ്ലിഷ് ചെയ്തത് സിക്ക് ഇൻഡസ്ട്രീസ് കമ്പനീസ് ആക്ട് 1985 അനുസരിച്ചാണ് കേട്ടോ BIFR സെറ്റപ്പ് ചെയ്തത്. The Government of India has set up a BIFR in 1987 for the rehabilitation of sick unit. സിക്ക് യൂണിറ്റിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് BIFR in 1987. അതായത് ഇൻഡസ്ട്രിയൽ സിക്നെസ്സിന് കണ്ടുപിടിച്ച് അതിന് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് BIFR. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IRCI, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. Industrial Reconstruction Corporation of India was established in 1971
with a view to revive and rehabilitate sick unit. സിക്ക് യൂണിറ്റിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ സിക്നെസ് മാറ്റി അതിനെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ടി 1971 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റെപ്പ് ടേക്കൺ ബൈ ബാങ്ക്സ്. These include grant of additional working capital facilities, recovery of interest rate at reduced rate, suitable payment of interest, freezing a portion of the outstandings in the accounts, etc. അതായത് ഇത് വേരിയസ് മെഷേഴ്സ്, നമ്മുടെ ബാങ്ക്സ് എടുക്കുന്ന വേരിയസ് മെഷേഴ്സാണ്. അതായത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റിക്ക് വേണ്ടി ഗ്രാൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൺസെഷൻ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ഫ്രീസിങ് എ പോർഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ അക്കൗണ്ട്സ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന അക്കൗണ്ട്സിൽ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പ് ടേക്കൺ ബൈ ബാങ്ക്സ്. നെക്സ്റ്റ് വരുന്നത് IDBS സ്പെഷ്യൽ സെൽ. IDBS സ്പെഷ്യൽ സെൽ. A special cell has been set up with the Rehabilitation Finance Division of IDBI to take care of the cases of sickness referred to them by banks. അതായത് ബാങ്ക്സ് റെഫർ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സിക്നെസ്സിന് റീഹാബിലിറ്റേഷൻ ചെയ്യാനായിട്ട് റീഹാബിലിറ്റേഷൻ ഫിനാൻസ് ഡിവിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് സ്പെഷ്യൽ സെൽ. നെക്സ്റ്റ് 8 പോയിന്റ്, സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെൽ. Ninth, measures taken by RBI. There are various measures taken by the RBI for rehabilitation of industrial sickness. 10th, assistance by SFCs. അതായത് SFC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ have run a scheme for rehabilitation of sick unit. The corporation provide relief and concession to potentially viable sick unit. The assistance is provided under the IDBS refinance scheme and guidelines of Reserve Bank of India. Under this scheme, relief and concession is like അതായത് SFEs, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ സിക്ക് യൂണിറ്റിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഫണ്ടിങ് ഓഫ് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് റേറ്റ് ഓവർ ഡ്യൂ ആയിട്ട് കിടക്കുന്നതിന് ഫണ്ട് കൊടുക്കുക. റീഷെഡ്യൂളിംഗ് ഓഫ് ലോണുകൾ എന്ത് ചെയ്യും, അവർ റീഷെഡ്യൂൾ ചെയ്യും. അതുപോലെ മാർജിൻ മണി ഫോർ അഡീഷണൽ ടേം ലോൺ ഈസ് പ്രൊവൈഡഡ്. അഡീഷണൽ ലോൺസിന് അവരെന്ത് പ്രൊവൈഡ് ചെയ്യും, മാർജിൻ. നെക്സ്റ്റ് വന്നത് സർവീസസ് ബൈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. ഫോളോയിങ് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ്. ഫസ്റ്റ്, diagnostic study to assess the working capital existing unit and diagnosing ആ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിൻ്റെ കാര്യം എന്താണെന്ന് അവർ അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ അവർ സെക്കൻഡിൽ എങ്ങനെ ആ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിനെ റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കാം. റീഹാബിലിറ്റേഷൻ പ്ലാൻ ഫോർ ഇൻഡസ്ട്രിയൽ സിക്നെസ്, റിവൈവിങ് ഇൻഡസ്ട്രി. അതുപോലെ അവരെന്ത് കൊടുക്കും, പ്രൊവൈഡിങ് ടെക്നിക്കൽ, മാനേജറിയൽ ആൻഡ് കൊമേഴ്സ്യൽ കൗൺസിലിംഗ്. ടെക്നിക്കലും മാനേജറിയലും അതുപോലെ തന്നെ കൊമേഴ്സ്യലായിട്ടുള്ള കൗൺസിലിംഗ് അതും എന്ത് പ്രൊവൈഡ് ചെയ്യും, സർവീസ് ബൈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ്, TCOs. നെക്സ്റ്റ് 12th പോയിന്റ്, മാർജിനൽ മണി സ്കീം. Marginal money scheme. The scheme was evolved by the central government for the revival of viable sick small scale industries. അതിൻ്റെ റിവൈവലിന് വേണ്ടി, സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മെഷറാണ് മാർജിൻ മണി സ്കീം. അപ്പോൾ റെമഡിയൽ മെഷേഴ്സ് ഫോർ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിൽ ഫസ്റ്റ് പോയിന്റ്, സിക്നെസ് ഇൻഡസ്ട്രി പോളിസി 1978. സെക്കൻഡ്, സിക്ക് ഇൻഡസ്ട്രിയൽ പോളിസി 1981.
Third, Sikh Industrial Companies Act 1985. Fourth, Board of Industrial and Refinance Reconstruction. Fifth, Industrial Reconstruction Corporation of India. Sixth, step taken by banks. Seventh, IDBI Special Cell. Eighth, Sikh Industrial Undertaking Cell. Ninth, measures taken by RBI. 10th, assistant by SFCs. 11th, service by technical consultancy organization. 12th, margin money scheme. Next we move to Udyog Aadhar Memoriam. Udyog Aadhar Memoriam. Small and medium scale industries can start any business but they need to register as MSMEs. This registration of MSMEs can be done in two ways, online and offline. This facility is called Udyog Aadhar. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് MSMEയിൽ രജിസ്റ്റർ ചെയ്യാം. MSMEയിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും. ഈ ഫെസിലിറ്റിനെയാണ് നമ്മൾ ഉദ്യോഗ് ആധാർ എന്ന് പറയുന്നത്. ഈ ഉദ്യോഗ് ആധാർ, ദ റീസൺ ടു ലോഞ്ച് ദിസ് ആധാർ ഈസ് ടു പ്രൊമോട്ട് മാക്സിമം ബെനിഫിറ്റ് ടു സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹു ആർ രജിസ്റ്റേർഡ് വിത്ത് MSMEs ത്രൂ ദിസ് ആധാർ നമ്പർ. Those industries who are registered under Aadhar will be getting the benefit of all government schemes like easy loan, subsidies, etc. അതായത് ഉദ്യോഗ് ആധാർ മെമ്മോറിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റ്സും എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം യൂണിറ്റ്സ് അവർ MSMEയിൽ രജിസ്റ്റർ ചെയ്യുക. അത് ഓൺലൈനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടായിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ MSMEസിന് കുറേ ബെനിഫിറ്റ്, അതായത് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുക, അതുപോലെ തന്നെ സബ്സിഡി കിട്ടുക, ഇങ്ങനത്തെ പല ബെനിഫിറ്റും ഈ MSMEയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് കിട്ടും. അതാണ് ഉദ്യോഗ് ആധാർ മെമ്മോറിയത്തിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഗൈഡ്ലൈൻസ് ഫോർ ഫില്ലിംഗ് ദ ഓൺലൈൻ ഉദ്യോഗ് ആധാർ ഫോം. ഫസ്റ്റ്, ആധാർ നമ്പർ. അതായത് ഇപ്പോൾ ആധാർ നമ്പറിൻ്റെ പ്ലേസിൽ ആധാർ നമ്പർ എഴുതുക. സെക്കൻഡ്, നെയിം ഓഫ് അപ്ലിക്കൻറ്റ്, അതായത് അപ്ലിക്കൻറ്റിൻ്റെ പ്ലേസിൽ നെയിം എഴുതുക. സോഷ്യൽ കാറ്റഗറി, ജെൻഡർ, ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റഡ്, നെയിം ഓഫ് എൻ്റർപ്രൈസ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പാൻ നമ്പർ, ലൊക്കേഷൻ ഓഫ് പ്ലാന്റ്, ഓഫീസ് അഡ്രസ്, മൊബൈൽ നമ്പർ, മെയിൽ ID, date of commencement of business, bank account number, bank IFSC code, main banking activity of the enterprise, NIC's 2-digit code, additional detail about business, number of employees, investment in plant and machinery or equipment. ഇത്രയും 20 മാറ്റേഴ്സാണ് നമ്മളുടെ ഉദ്യോഗ് ആധാർ ഫോം ഫില്ല് ചെയ്യാനായിട്ട് പറയുന്ന ഗൈഡ് ലൈൻസ്. ഒന്നുകൂടി പറയാണ്, ആധാർ നമ്പർ, നെയിം ഓഫ് ദി അപ്ലിക്കൻറ്റ്, സോഷ്യൽ കാറ്റഗറി, ജെൻഡർ, ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റ്, നെയിം ഓഫ് ദി എൻ്റർപ്രൈസ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പാൻ, ലൊക്കേഷൻ ഓഫ് പ്ലാന്റ്, ഓഫീസ് അഡ്രസ്, മൊബൈൽ നമ്പർ, മെയിൽ ID, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് IFS കോഡ്, മെയിൻ ബിസിനസ് ആക്ടിവിറ്റി ഓഫ് എൻ്റർപ്രൈസ്, NIC's 2-digit code, additional details about business, number of employees, investment in plant and machinery or equipment. Next, benefit of having MSMEs by registration under Udyog Aadhar system. First point, every sanction of loan at a low rate of interest. അവർക്ക് ലോണുകളൊക്കെ ലോ ഇൻട്രസ്റ്റിൽ കിട്ടും. സെക്കൻഡ് പോയിന്റ്, വെരി ഈസി ടു ഒബ്റ്റൈൻ ലൈസൻസ്, അപ്രൂവൽ ആൻഡ് രജിസ്ട്രേഷൻ. ലൈസൻസും അതുപോലെ തന്നെ അപ്രൂവലും രജിസ്ട്രേഷനൊക്കെ കിട്ടാനായിട്ട് ഈസിയാണ്. ഇപ്പോൾ ഉദ്യോഗ് ആധാർ സിസ്റ്റത്തെ അനുസരിച്ച് യൂണിറ്റ്സ് MSMEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഫോർത്ത്, കൺസെഷൻ ഇൻ ഇലക്ട്രിസിറ്റി ബില്ലിൽ കൺസെഷൻ കിട്ടും. നെക്സ്റ്റ്, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ISO സർട്ടിഫിക്കേഷൻ. ISO സർട്ടിഫിക്കേഷൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് അവർക്ക് കിട്ടും.
അപ്പോൾ നമ്മൾ ഉദ്യോഗ് ആധാർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. ഉദ്യോഗ് ആധാർ സിസ്റ്റം അനുസരിച്ച് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSMEയിൽ രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്, അതായത് ലോൺ എമൗണ്ട് കുറച്ച് കിട്ടുക, സബ്സിഡീസ് കുറച്ച് കിട്ടുക, ഇലക്ട്രിക് ബില്ല് കുറച്ച് കിട്ടുക, അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടും. ആ ബെനിഫിറ്റ് ഈ രജിസ്റ്റർ ചെയ്ത ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് കിട്ടും. First point, easy sanction of loan at a rate of interest, very easy to obtain license, exemption under direct taxes and losses. Fourth, concession in electricity bill. Fifth, reimbursement of ISO certification. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is mean by SIC unit? What is mean by SIC unit? Second, define SIC unit. Okay, thank you.